പോലീസിനെ കൂസാതെ പ്രതി പിടികൂടാനെത്തിയ പോലീസിനു നേരെ വെട്ടുകത്തി വീശിയ കാപ്പ കേസ് പ്രതിക്ക് നേരെ SHO വെടിവെച്ചു. പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട പ്രതി വക്കീലിനെ കാണാനെത്തിയപ്പോൾ വലയിലായി. ഈ സംഭവത്തെക്കുറിച്ച് മുരളി തുമാരക്കുടിയുടെ പോസ്റ്റും വൈറലായി. ആര്യങ്കോട് മൈലക്കര കിരൺ ഭവനിൽ കൈലി എന്ന കിരണിന് നേരെ ആര്യങ്കോട് SHO തൻസി അബ്ദുൾ സമറാണ് വെടിയുതിർത്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ കിരണിനെ കാട്ടാക്കടയിൽ വെച്ച് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. കാട്ടാക്കട പോലീസാണ് മൽപ്പിടുത്തത്തിലൂടെ കീഴടക്കിയത്. ഇന്നലെ രാവിലെ 9:15 സംഭവം. 2 കാപ്പ കേസിലെ പ്രതിയായ കിരണിനെ നാട് കടത്തിയിരുന്നു. പിറന്നാൾ ആഘോഷിക്കാൻ കിരൺ എത്തിയതറിഞ്ഞ് ആര്യങ്കോട് പോലീസ് വീട് വളഞ്ഞു. വീട്ടിൽ കയറി പിടികൂടാൻ ശ്രമിച്ചപ്പോൾ വെട്ടുകത്തി വീശി. ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് പോലീസുകാർ രക്ഷപ്പെട്ടത്. തുടർന്ന് SHO വീടിന്റെ ജനലിലൂടെ വെടിവെച്ചു. ഇതോടെ ഇയാൾ പിൻവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. വെടിവെപ്പിൽ ജനൽ ചില്ല് തകർന്നു. ബുധനാഴ്ച രാത്രി കൂട്ടുകാർക്കൊപ്പം കിരൺ റോഡിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചിരുന്നു. പോർവീട് നടത്തുകയും ചെയ്തു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഇന്നലെ രാവിലെ പോലീസ് പിടികൂടാനെത്തിയത്. പോലീസിനെ ആക്രമിച്ചതിനും കാപ്പ നിയമം ലംഘിച്ചതിനും കേസെടുത്തു. കാട്ടാക്കട, മാറനല്ലൂർ, ആര്യങ്കോട് സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന്, കഞ്ചാവ് ആക്രമണം അടക്കം 10 കേസുകളിൽ പ്രതിയാണ് കിരൺ. സംഭവം അമേരിക്കയിലായിരുന്നെങ്കിൽ പ്രതിയുടെ കഥ തീർന്നേനെ എന്നാണ് തുമാരക്കുടിയുടെ കുറിപ്പിൽ പറയുന്നത്. ഈ ചുറ്റുപാടുകൾ പ്രവർത്തിക്കേണ്ടി വരുന്ന പോലീസുകാരോട് സഹതാപവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. പോലീസുകാരുടെ ജീവന്റെ വില എന്ന പേരിലാണ് ഫേസ്ബുക്ക് കുറിപ്പ്.